നമസ്കാരം. മിസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ രീതിയിലൊരു കൊത്തു പൊറോട്ടയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി ഒരപ്പച്ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഒരു 15 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ വേവിച്ചെടുത്ത ചിക്കൻ അതിലേക്കിട്ട് വറുത്തു കോരാം. ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിലേക്ക് ആവശ്യമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം പെരിഞ്ജീരകം, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില, സവാള അരിഞ്ഞത്, പച്ചമുളക് ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇവയെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം, തക്കാളി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഒരു 3-4 മിനിറ്റ് നേരം വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അടുത്തതായി ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ കഷണങ്ങളാക്കി മാറ്റാം. ഇവയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ചിക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ചിക്കിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി പൊറോട്ട ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അവസാനമായി മുറിച്ചെടുത്ത പൊറോട്ട ചിക്കനിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.